Hey guys and welcome back. എൻ്റെ പേര് അഭിജിത്ത് ആൻഡ് ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് സാംസങ് ഗാലക്സി S10 പ്ലസിനെ പറ്റിയാണ്. അപ്പോൾ ആദ്യം തന്നെ സാംസങ് ഗാലക്സി S10 എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ ലേറ്റസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഗാലക്സി S10ൻ്റെ 3 വേരിയൻസ് ഉണ്ട്. ഗാലക്സി S10, S10 Plus ആൻഡ് S10e. ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് S10 പ്ലസിനെ പറ്റിയാണ്. So, let's begin. അപ്പോൾ ആദ്യം തന്നെ ഡിസ്പ്ലേയെ പറ്റി പറയാം. ഇതിൽ 6.4 ഇഞ്ച് സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തേക്കുന്നത്. 1440 by 3040 പിക്സൽസ് ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ. ഇതിൻ്റെ പിക്സൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് 522, അതായത് 522 ppi ആണ് ഇതിൻ്റെ പിക്സൽ ഡെൻസിറ്റി. ഈ പിക്സൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് iPhone XSനേക്കാളും ഒരുപാട് കൂടുതലാണ്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഹോൾ പഞ്ച് ഡിസ്പ്ലേ ആണ്. അതായത് ബാക്കിയുള്ള സ്മാർട്ട് ഫോൺസിൽ നോട്ട്സിന് പകരം ഇതിൽ ഒരു സ്മോൾ പഞ്ച്ഡ് ഹോളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഹോളിനകത്ത് നമ്മുടെ ക്യാമറ, ഫ്രണ്ട് ഫേസിങ് ക്യാമറ ഹൗസ് ചെയ്തേക്കുന്നത്. പിന്നെ സാംസങ്ങിൻ്റെ ഇൻഫിനിറ്റി ഡിസ്പ്ലേ ആയതുകൊണ്ട് എഡ്ജ് എല്ലാം കർവ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. പിന്നെ ഈ ഹോൾ പഞ്ച് ആയതുകൊണ്ട് തന്നെ ടോപ്പിലും ബോട്ടമിലും വെസൽസ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ വളരെ കൂടുതലായിരിക്കും. പിന്നെ സാംസങ്ങിൻ്റെ എന്ന് പറയുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസ്പ്ലേസ് ആണ്. അതായത് ബാക്കിയുള്ള ഫോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത്. പിന്നെ ഇതിൽ ബിൽഡ് ക്വാളിറ്റിയെ പറ്റി പറയുമ്പോൾ ഇതിൽ അലുമിനിയം ഫ്രെയിമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫോൺ നല്ല സ്ട്രോങ് ആയിരിക്കും, ഡ്യൂറബിളും ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 6ഉം ബാക്കിൽ ഗൊറില്ല ഗ്ലാസ് 5ഉമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അപ്പിയറൻസിനെ കുറിച്ച് പറയുന്നെങ്കിൽ ടോപ്പിൽ സിം ട്രേ ഉണ്ട്. സിം ട്രേ എന്ന് പറഞ്ഞാൽ ഡ്യുവൽ സിം ഹൈബ്രിഡ് ആണ്. അതായത് 2 സിം കാർഡ് അല്ലെങ്കിൽ ഒരു സിം പ്ലസ് 1 മൈക്രോ SD കാർഡ്. സിം ട്രേയുടെ അടുത്ത് ഒരു സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്ക് ഉണ്ട്. ഫോണിൻ്റെ റൈറ്റ് സൈഡിലാണ് നമ്മുടെ പവർ ബട്ടൺ ഇരിക്കുന്നത്. താഴെ നോക്കുകയാണെങ്കിൽ ഒരു 3.5mm ഹെഡ്ഫോൺ ജാക്ക്, USB Type-C പോർട്ട്, പിന്നെ ഒരു സ്പീക്കർ. ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വോളിയം ബട്ടണും ബിക്സ്ബി ബട്ടണും ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻറ്റേർണൽ ബിൽഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ Exynos 9820 പ്രോസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെന്ന് പറയുന്ന ഒരു ഒക്ട-കോർ പ്രോസസ്സറാണ്. USA, ചൈന പോലെ ഉള്ള രാജ്യങ്ങളിലൊക്കെ വരുന്ന S10ൻ്റെ വേരിയൻസിന് സ്നാപ്ഡ്രാഗൺ 855 പ്രോസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ പോലെ ബാക്കിയുള്ള രാജ്യങ്ങളിൽ Exynos 9820 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി സ്നാപ്ഡ്രാഗൺ 855ഉം Exynos 9820ഉം തമ്മിൽ വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ ഡിഫറൻസ് ഇല്ല. അതായത് പെർഫോമൻസ് വൈസ് ഓൾമോസ്റ്റ് സിമിലർ ആണ് Exynos 9820ഉം സ്നാപ്ഡ്രാഗൺ 855ഉം. ഇനി ഇതിൻ്റെ വ്യത്യാസം അറിയണമെങ്കിൽ ഇതിൻ്റെ ബെഞ്ച് മാർക്കിംഗ് സ്കോർ എടുത്ത് ആ നമ്പേഴ്സ് തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ അറിയാം. എന്തായാലും സ്നാപ്ഡ്രാഗൺ 855 ആയിരിക്കും Exynos 9820യേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത് ഇൻ ടേംസ് ഓഫ് ബെഞ്ച് മാർക്ക് സ്കോർസ്. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റ്, അതായത് GPU എന്ന് പറയുന്നത് മാലി G76 MP12 എന്ന ചിപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതും നമ്മുടെ പ്രോസസ്സർ പോലെ തന്നെ USA, ചൈന രാജ്യങ്ങളിലെ Adreno 640 എന്ന ചിപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി സ്റ്റോറേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റോറേജിന് 3 വേരിയൻസ് ഉണ്ട്. 128GB, 512GB ആൻഡ് 1TB. ഈ 128GB ആൻഡ് 512GBക്ക് 8GB റാമാണ് വരുന്നത്. അതുപോലെ 1TB സ്റ്റോറേജ് വേരിയൻറ്റിന് 12GB റാമാണ് വരുന്നത്. ഈ 1TB വേരിയൻറ്റിന് വേറൊരു പ്രത്യേകതയുണ്ട്. അതായത് ഈ ഫോണിൻ്റെ ബാക്കിൽ ഗ്ലാസിന് പകരം സെറാമിക് ആയിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഇൻറ്റേർണൽ സ്റ്റോറേജിന് പുറമെ എക്സ്റ്റേണൽ സ്റ്റോറേജും നമുക്ക് ആഡ് ചെയ്യാം. അതായത് എക്സ്റ്റേണൽ മൈക്രോ SD കാർഡും ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്, അപ് ടു 512GB. അപ്പോൾ 1TB വേരിയൻറ്റ് വാങ്ങിച്ച് ഒരു 512GBയുടെ മെമ്മറി കാർഡ് വാങ്ങിച്ചിട്ടാൽ ടോട്ടൽ 1.5TBയുടെ സ്റ്റോറേജ് അവൈലബിൾ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് സാംസങ്ങിൻ്റെ Exynos 9820ഉം സ്നാപ്ഡ്രാഗൺ 855 പോലത്തെ പ്രോസസ്സറാണ്. ഇതെന്ന് പറഞ്ഞാൽ ഹൈ എൻഡ് പ്രോസസ്സറാണ്. അതുകൊണ്ട് തന്നെ ഇത് ഹൈ എൻഡ് പെർഫോമൻസും തരും. പിന്നെ ഈ പെർഫോമൻസ് ഒരു പരിധി വരെ സോഫ്റ്റ്വെയറിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് Android 9.0, Android Pie ആണ്. അതിൻ്റെ കൂടെ തന്നെ സാംസങ്ങിൻ്റെ പുതിയ One UIയും യൂസ് ചെയ്തിട്ടുണ്ട്. ഈ One UI എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ പഴയ ടച്ച് ഫേസ് എന്ന UIയേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു UI ആണ്. ഈ One UI എന്ന് പറയുന്നത് സ്മൂത്ത്, ഫാസ്റ്റ് ആൻഡ് യൂസർ ഫ്രണ്ട്ലി എക്സ്പീരിയൻസിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. യൂസർ ഫ്രണ്ട്ലി ഇൻ ദ സെൻസ്, ഇപ്പോൾ നമ്മൾ വൺ ഹാൻഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും വലിയൊരു ഫോണിൽ വൺ ഹാൻഡ് യൂസ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഈ One UIയുടെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ നോട്ടിഫിക്കേഷൻ ബാർ താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ഐക്കൺസ് എല്ലാം വരുന്നത് താഴെയായിരിക്കും. അപ്പോൾ നമുക്ക്
ഒരു കൈ കൊണ്ട് തന്നെ എല്ലാം റീച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സെറ്റിങ്സിനകത്തും ടോപ്പിലുള്ള എല്ലാം കുറച്ച് താഴോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വൺ ഹാൻഡ് യൂസ് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഈ നൈറ്റ് മോഡാണ്. ഈ നൈറ്റ് മോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ OnePlus ഡിവൈസിലെ കാണുന്ന പോലത്തെ ഒരു ഡാർക്ക് തീം, അതായത് നമ്മുടെ ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് മാറ്റി ബ്ലാക്ക് ആക്കുന്നു. അപ്പോൾ ഇതുകൊണ്ടുള്ള യൂസ് എന്താണെന്ന് പറഞ്ഞാൽ ലോ ലൈറ്റിലൊക്കെ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് സ്ക്രീൻ നോക്കാം. അതുപോലെ തന്നെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ. അതായത് സ്ക്രീനിലെ ബ്ലൂ ലൈറ്റിനെ ഫിൽറ്റർ ചെയ്ത് ബാക്കിയുള്ള ലൈറ്റിനെ മാത്രമായിരിക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ കണ്ണിൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും, കണ്ണിലെ സ്ട്രെയിൻ കുറയ്ക്കും. അപ്പോൾ ഐ പ്രൊട്ടക്ഷൻ എന്ന രീതിയിലാണ് ഈ ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ വെച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ബാറ്ററിയെ കുറിച്ച് പറയുകയാണെങ്കിൽ S10 Plusൽ യൂസ് ചെയ്തിരിക്കുന്നത് 4100 mAh ബാറ്ററിയാണ്. ഇത് അത്യാവശ്യം നല്ല ഡീസൻറ്റ് ബാറ്ററി ലൈഫ് തരുന്നതായിരിക്കും. 5 മുതൽ 7 മണിക്കൂർ വരെ സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നതായിരിക്കും. പിന്നെ ബാറ്ററിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും, അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. വയർലെസ് ചാർജിങ്ങിൻ്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൽ റിവേഴ്സ് വയർലെസ് ചാർജിങ് സപ്പോർട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഗാലക്സി ഡിവൈസിനെ ഒരു വയർലെസ് ചാർജിങ് ഡിവൈസായിട്ട് യൂസ് ചെയ്യാം. അതായത് മറ്റൊരു ഡിവൈസിന് നമുക്ക് ഗാലക്സി S10 വെച്ച് വയർലെസ് ആയിട്ട് ചാർജ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു ഡ്രോബാക്ക് എന്തെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള നോർമൽ വയർലെസ് ചാർജിനേക്കാളും കുറച്ചുകൂടി സ്ലോ ആയിരിക്കും. ഇനി ഇതിൻ്റെ ക്യാമറയെ കുറിച്ച് പറയാം. ബാക്കിൽ 3 ക്യാമറയാണ് വരുന്നത്. മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 12 MP ക്യാമറയാണ്. ഇതെന്ന് പറയുന്നത് വേരിയബിൾ അപ്പർച്ചർ ക്യാമറയാണ്. അപ്പോൾ 1.5 മുതൽ 2.4 വരെ അപ്പർച്ചർ വേരി ചെയ്യാം. ഈ 1.5 അപ്പർച്ചർ ഉള്ളതുകൊണ്ട് നമുക്ക് ലോ ലൈറ്റിൽ കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള ഇമേജ് കിട്ടും. രണ്ടാമത് വരുന്നത് ഒരു 12 MP 2x സൂമുള്ള ഒരു ടെലിഫോട്ടോ ലെൻസും, മൂന്നാമത്തത് ഒരു 16 MP അൾട്രാ വൈഡ് ലെൻസുമാണ് വരുന്നത്. ഇതിലെടുക്കുന്ന ഫോട്ടോസൊക്കെ നല്ല ഷാർപ്പായിരിക്കും, ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ടാവും. നമ്മൾ എത്ര സൂം ചെയ്താലും ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ടാവും. അതുപോലെ തന്നെ കളർ റീപ്രൊഡക്ഷൻ നല്ല ആക്യുറേറ്റ് ആണ്, വൈബ്രൻറ്റ് കളേഴ്സാണ് ഫോട്ടോസിനൊക്കെ. അപ്പോൾ നല്ലൊരു ക്യാമറ സെറ്റപ്പാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ വീഡിയോയെ കുറിച്ച് പറയുകയാണെങ്കിൽ 60 frames/second 4K വരെ റെക്കോർഡ് ചെയ്യാം. അതുപോലെ 240 frames/second 1080p റെസൊല്യൂഷനിൽ റെക്കോർഡ് ചെയ്യാം. പിന്നെ ഇതിൽ സൂപ്പർ സ്ലോ മോഷൻ എന്നൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ഇത് 720pയിലായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്, പക്ഷേ 960 FPS അതായത് 960 frames/second ആ സ്ലോ മോഷൻ വീഡിയോ റെക്കോർഡ് ആവുന്നത്. അപ്പോൾ അത്രയും സ്മൂത്ത് ആയിട്ടുള്ളൊരു സ്ലോ മോഷൻ വീഡിയോ ആയിരിക്കും കിട്ടുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഫേസിങ് ക്യാമറയെ കുറിച്ച് പറയുന്നെങ്കിൽ ഫ്രണ്ടിൽ 2 ക്യാമറയാണ് വരുന്നത്. മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 10 MP f1.9 ആപ്പർച്ചറുള്ള ക്യാമറയാണ്. സെക്കൻഡ് ക്യാമറ എന്ന് പറയുന്നത് ഒരു ഡെപ്ത് സെൻസിങ് ക്യാമറയാണ്. അത് 8 MP ക്യാമറയാണ്. ഫ്രണ്ട് ഫേസിങ് ക്യാമറ കൊണ്ട് എടുക്കുന്ന സെൽഫീസ് ഒക്കെ നല്ല ഷാർപ്പായിരിക്കും, നല്ല ഡീറ്റെയിൽഡ് ഉണ്ടാവും. ഡിഫോൾട്ടായിട്ട് ബ്യൂട്ടി മോഡ് ഓൺ ആയി കിടക്കും, പക്ഷേ ബ്യൂട്ടി മോഡ് ഓഫ് ചെയ്ത് കഴിഞ്ഞ് എടുത്താൽ കുറച്ചുകൂടെ ഡീറ്റെയിലും കുറച്ചുകൂടെ ഷാർപ്നെസ്സും കിട്ടുന്നതായിരിക്കും. ഇനി ഫ്രണ്ട് ഫേസിങ് ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റിയെ പറ്റി പറയുന്നെങ്കിൽ 30 frames/second 4K വരെ റെക്കോർഡ് ചെയ്യാം. അതുപോലെ 30 frames/second 1080p റെസൊല്യൂഷനിലും റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ഇത്രയെന്ന് പറയുന്നത് ഒരു ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇനി ഗാലക്സി S10 Plusൽ എക്സ്ട്രാ കുറച്ച് ഫീച്ചേഴ്സ് കൂടെ ഉണ്ട്. അതെന്താണെന്ന് കൂടെ നോക്കാം. ഒന്നാമത്തെ കാര്യം, ഈ ഫോൺ എന്ന് പറയുന്നത് IP68 റേറ്റിംഗ് ആണ്, അതായത് വാട്ടർ പ്രൂഫാണ്. രണ്ടാമത്തെ കാര്യം, ബാക്കിയുള്ള ഈ ഹൈ എൻഡ് ഫോണിനെയൊക്കെ അപേക്ഷിച്ച് S10 Plusൽ ഒരു ഹെഡ്ഫോൺ ജാക്കുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഫോണിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ളൊരു ഫീച്ചറാണ്, അതായത് ഇൻ ഡിസ്പ്ലേ അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ. ഇതിൽ യൂസ് ചെയ്തേക്കുന്ന ഒരു അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. സ്ക്രീനിൻ്റെ അടിയിലാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. OnePlus 60 ഒപ്റ്റിക്കൽ സെൻസറാണ് യൂസ് ചെയ്തേക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ വിരൽ വെച്ചാൽ വിരലിലോട്ട് ഒരു ലൈറ്റ് ഷൈൻ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഇമേജ് എടുത്തിട്ടാണ് ആ ഫോൺ അൺലോക്ക് ചെയ്യുന്നത്. അൾട്രാസോണിക് സെൻസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വിരൽ സെൻസറിൻ്റെ മുകളിൽ വെച്ചാൽ ഈ സെൻസർ ഒരു സൗണ്ട് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ സൗണ്ട് വേവ്സ് നമ്മുടെ ഫിംഗർ പ്രിൻറ്റിൻ്റെ റിഡ്ജസിൻ്റെ ഇടയിൽ പോയി റിഫ്ലക്ട് ചെയ്ത് തിരിച്ച് സെൻസറിൽ പോയി ഒരു ഇമേജ് ഉണ്ടാക്കും. ആ ഇമേജ് വെച്ചിട്ടാണ് ഇത് അൺലോക്ക് ചെയ്യുന്നത്. ഈ അൾട്രാസോണിക് സെൻസർ എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ സെൻസറിനെക്കാളും കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിരിക്കും, കുറച്ചുകൂടെ റിലയബിൾ ആയിരിക്കും, കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിരിക്കും. അതായത് ഇപ്പോൾ നമ്മുടെ കൈ നനഞ്ഞിരിക്കുന്നെങ്കിലോ പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഒപ്റ്റിക്കൽ സെൻസർ അത് റീഡ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ അൾട്രാസോണിക് സെൻസർ ആണെങ്കിൽ അത് റീഡ് ചെയ്യാൻ പറ്റും. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് Wi-Fi 6 ആണ്. Wi-Fi 6 എന്ന് പറയുന്ന പുതിയൊരു ടേമാണ്. ഇപ്പോൾ ഉള്ള സ്മാർട്ട് ഫോൺസിലൊക്കെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. Wi-Fi 6നെ കുറിച്ച് ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ഇടുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. അഞ്ചാമത്തെ കാര്യം Bluetooth 5.0. പിന്നെ വരുന്നത് നമ്മുടെ ക്യാമറയുടെ സൈഡിലൊരു ഹാർട്ട് റേറ്റ് സെൻസറുണ്ട്. അത് യൂസ് ചെയ്ത് നമ്മുടെ ഹാർട്ട് ബീറ്റും പൾസൊക്കെ മെഷർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പുതിയൊരു ഫീച്ചർ എന്ന് പറയുന്നത് സാംസങ് ഡെക്സ് ആണ്. സാംസങ് ഡെക്സ് യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ ഫോണിനെ CPU ആക്കി കമ്പ്യൂട്ടറിൽ ഡെസ്ക്ടോപ്പ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അത് One UIയുടെ പുതിയൊരു ഫീച്ചറാണ്. ഗാലക്സി S10 ഇന്ത്യയിൽ 3 കളർ വേരിയൻസിലാണ് വരുന്നത്, വൈറ്റ്, ബ്ലാക്ക് ആൻഡ് ബ്ലൂ. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബേസ് വേരിയൻ്റ് ആയ 128GB വേരിയൻറ്റിന് 73,000 to 74,000 rupees-ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഗാലക്സി S10 Plusൽ വരുന്ന ഫീച്ചേഴ്സ്.
ഇത്രയും മാത്രം കൊണ്ട് തന്നെ ഗാലക്സി S10 Plus എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ആയിട്ട് നമുക്ക് പറയാം. ഹാൻഡ്സ് ഡൗൺ ദി ബെസ്റ്റ് സ്മാർട്ട് ഫോൺ യെറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. Until then, peace.